രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം കേവലം അവരുടെ അവകാശം വിനിയോഗിക്കുക, വോട്ട് ചെയ്യുക എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പുതിയൊരു മുദ്രാവാക്യവുമായി പൊതുജന സമക്ഷത്തിലേക്ക് കടന്നു വരുന്നത്. രാഷ്ട്രീയ പാർട്ടികളോടും ഗവൺമെന്റുകളോടും സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ഭരണാധികാരികൾ അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലാണെങ്കിൽ പോലും ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റുന്നതിന് പകരം ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അരാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ആനുകാലിക കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരു മുന്നേറ്റം നടക്കുകയുണ്ട്. 2020 എന്ന് പറയുന്ന ഒരു സംവിധാനം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2020 എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാത്ത നമ്മുടെ കേരളത്തിൽ, രാഷ്ട്രീയ പ്രബുദ്ധത അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ 4 പഞ്ചായത്തുകൾ മൃഗീയ ഭൂരിപക്ഷത്തോട് 2020 എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ മറ്റൊരു വകഭേദം ചെറിയ തോതിൽ തലപൊക്കിയതും എങ്ങനെയാണ് ഈ പഞ്ചായത്തുകളിൽ അധികാരം കൈയാളുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് കേരളത്തിൽ ഇതുവരെ നടന്ന രാഷ്ട്രീയ പ്രവർത്തനം, എന്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം, എന്താണ് ഗാന്ധിയന്മാർ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ ഈ ഒരു സ്ഥിതി കേരളത്തിലുണ്ടായി. ഇത് കേരളത്തിന്റെ ഒരു സൂചനയാണ്. ആളുകൾ രാഷ്ട്രീയം നോക്കാതെ അവർ ചില ഈ സന്നദ്ധ സംഘടനകളെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സംഘടനകൾക്കൊപ്പം പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, രാഷ്ട്രീയ അനുഭാവികളെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് അംബേദ്കറൈറ്റ് പാർട്ടി ഒരു പുതിയ രാഷ്ട്രീയവുമായി മുന്നോട്ട് കടന്നു വരുന്നത്. എങ്ങനെയാണ് CPM-ഉം CPI-യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും പ്രവർത്തിക്കുമ്പോൾ ഈ 4 പഞ്ചായത്തുകൾ എങ്ങനെയാണ് ഈ 2020 സംവിധാനം വിജയിച്ചത്? അത് വെറും 4 പഞ്ചായത്തിൽ ഒതുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തകരോട്, രാഷ്ട്രീയ നേതൃത്വങ്ങളോട്, രാഷ്ട്രീയ നിലപാടുകളോട് ആ പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള വിശ്വാസമില്ലായ്മ ഈ 2020 സംവിധാനം കേരളത്തിൽ തലവെക്കുവാൻ ഇടയായത്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് അത് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടത് ഉത്തരവാദികൾ ആരാണ്? ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ് രാഷ്ട്രീയ വിരുദ്ധമായ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ വഴിതിരിച്ചുവിടുന്ന കേരള രാഷ്ട്രീയ പ്രവർത്തനത്തിനോടുള്ള സാമാന്യ ജനങ്ങളുടെ പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഈ 2020 സംവിധാനം വിജയം ഉറപ്പിച്ചത് 4 പഞ്ചായത്തുകളിൽ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റാത്തത്? നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഏകദേശം 20 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഭരണഘടന നടപ്പാക്കാൻ പറ്റുന്നത് എത്രമാത്രം ഭരണഘടന നടപ്പാക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു? കേവലം 22% മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കാൻ നമ്മുടെ രാജ്യം ഭരിച്ചവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഇതിൽ നിന്നും വിമുഖത കാട്ടുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഈ ഭരണഘടന നിറവേറ്റുവാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായ രീതിയിലൂടെ ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ കഴിയാത്തത്? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം
രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ചില അപാകതകളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ചില പരിഷ്കരണങ്ങൾ ആവശ്യമാണ്, രാഷ്ട്രീയപരമായ ചില പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഉദ്ഘാടക പ്രസംഗം സൂചിപ്പിച്ചതുപോലെ അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ 10ഓളം ബില്ലുകൾ സമർപ്പിക്കുകയുണ്ടായി. ആ ബില്ലുകളൊക്കെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ലുകളാണ്. API മുന്നോട്ട് വെക്കുന്ന പരിഷ്കരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. എന്താണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ പറയുന്നത്? 1951 മുതൽ ഇത്രയും കാലം ഇന്ത്യ നിരവധി പൊതു തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചു. ഇത്രയും കാലമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും, പല രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു, പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ MP-മാരായി, MLA-മാരായി. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്തിലെ അപാകത മനസ്സിലാക്കുവാനോ അതിനെ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകുവാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് 2013 മാത്രം രൂപം കൊണ്ട API അത്തരമൊരു ഇടപെടൽ, ഭരണഘടനാപരമായ ജനാധിപത്യപരമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം അശാസ്ത്രീയമാണ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം അപ്രാതിനിധ്യമാണ്, അത് പരിഷ്കരിക്കപ്പെടണം. ആധുനിക ജനാധിപത്യത്തിൽ എല്ലാ പൗരന്മാരുടെയും വോട്ടിന് വില വരുന്ന ഒരു സംവിധാനം നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതിയിലില്ല. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പരിശോധിച്ചാൽ മതിയാകും നമ്മുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതി എത്ര പ്രാതിനിധ്യരഹിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്ത്യ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന BJPക്ക് ലഭിച്ചത് 39% വോട്ടാണ്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ലഭിച്ചത് 19% വോട്ട്. ഈ നേർപകുതി 39% വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ, 39% വോട്ട് BJPക്കും 19% വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ BJPക്ക് 303 MP-മാരെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ നേരെ പകുതി വോട്ട് കൈവശപ്പെടുത്തിയ കോൺഗ്രസിന് 303ന്റെ പകുതി MP-മാരെ സൃഷ്ടിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? BJPക്ക് 303 MP-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ് 39% വോട്ട് നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് 303 MP-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞപ്പോൾ അതിന്റെ നേർപകുതി 19% വോട്ട് നേടിക്കൊണ്ട് കോൺഗ്രസിന് കേവലം 52 MP-മാരെ മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് എന്തുത്തരമാണ്, എന്ത് മറുപടിയാണ് ഈ നിലവിലെ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? മനസ്സിലാകുന്നില്ല. CPM-ഉം CPI-യും കോൺഗ്രസും BSPയും ഇന്ത്യയിലെ അനവധി രാഷ്ട്രീയ പാർട്ടികൾ ലഹള ഉണ്ടാക്കുന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. വോട്ടിംഗ് മെഷീനിലൂടെ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. വോട്ടിംഗ് മെഷീനിലൂടെ മാത്രമാണോ ഈ പ്രശ്നം? വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതിയിലെ ഒരു സിസ്റ്റം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ ഒരു വശം മാത്രമാണ് വോട്ടിംഗ് മെഷീൻ. അതിൽ നമുക്ക് APIക്കും അഭിപ്രായ വ്യത്യാസമില്ല. വോട്ടിംഗ് മെഷീൻ, അതായത് ഇലക്ട്രോണിക് മെഷീൻ, അതിന്റെ അകത്ത് മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ്. ഒരു ഇലക്ട്രോണിക് മെഷീൻ പോലും ഇല്ല അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതായിട്ട്. ആ നിലയ്ക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അതിനു മുൻപേ നമ്മുടെ രാജ്യം അവലംബിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് രീതി, അത് ഈ FPTP എന്ന് പറയുന്ന ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതായത് മത്സരിക്കുന്നതിൽ ആദ്യത്തെ സ്ഥാനക്കാരന് മാത്രം സ്ഥാനം നൽകുന്ന, തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ സമ്പ്രദായം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ പ്രാതിനിധ്യരഹിതമാക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു മത്സരത്തില് ഒരു സ്ഥാനക്കാരന് മാത്രം പ്രാതിനിധ്യം. അതുകൊണ്ടാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെക്കാളും കൂടുതൽ വോട്ട് ആ മത്സരത്തിൽ പരാജയപ്പെടുന്ന മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ടിനേക്കാൾ കുറവാണ് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ടാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനും കൂടെ കിട്ടുന്ന വോട്ട് ഒന്നാം സ്ഥാനാർത്ഥിക്ക് എതിരെയുള്ള വോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് 39% വോട്ട് നേടിയ BJP ഭരിക്കുകയും അതിന്റെ നേർപകുതി വോട്ട് നേടിയ കോൺഗ്രസിന് കേവലം 52 MP-മാരിൽ ഒതുങ്ങാനും ഉള്ള സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പരിഷ്കരണമായി API മുന്നോട്ട് വെക്കുന്നത് സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. അതിന്റെ മറ്റൊരു വശം നോക്കിയാലോ, ഏതൊരു തരത്തിൽ നോക്കിയാൽ പോലും ഇത് പ്രാതിനിധ്യരഹിതമാണ്. കാരണം
നമ്മുടെ ഇന്ത്യയിലെ ഒന്നാമത്തെ സെൻസസ് 1951 ഒന്നാമത്തെ സെൻസസിൽ ഏകദേശം 36 കോടി മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള നമ്മുടെ എംപിമാരുടെ കണക്ക് 489 എംപിമാരായിരുന്നു. 1951 പൊതു തെരഞ്ഞെടുപ്പിൽ 489 എംപിമാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് അതായത് 1951 489 എംപിമാർ, ഒരു MP 7 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ 2020 136 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇന്ന് എത്ര എംപിമാരാണ് ഉള്ളത്? ലോകസഭയിൽ 543 എംപിമാർ. അതായത് 36 കോടിയിൽ നിന്നും 100 കോടി കൂടി ഇന്നത്തെ ജനസംഖ്യ 136 കോടിയിൽ എത്തിയപ്പോൾ ഒരു MP 22 ലക്ഷം ആൾക്കാർക്ക് പ്രതിനിധിയായിട്ട് വരുന്ന ഒരു കണക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെങ്ങനെ പ്രാതിനിധ്യമാകും? ഇതെങ്ങനെ ജനങ്ങളുടെ ശരിയായ പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്തിക്കുന്നതിന് ജനപ്രതിനിധികൾക്ക് കാരണമാകും? അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തിലെ സമഗ്രമായ പരിഷ്കരണം, അതുകൊണ്ടാണ് APM മുന്നോട്ട് വയ്ക്കുന്നത് സമഗ്രമായ പരിഷ്കരണം. അതുപോലെ തന്നെ വിപ്പ് സിസ്റ്റം. എന്താണ്? രാജീവ് ഗാന്ധി കൊണ്ടുവന്നതാണ് വിപ്പ് സിസ്റ്റം. വിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു MP ആണെങ്കിലും MLA ആണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ മണ്ഡലത്തിന്റെയാണ്, എല്ലാ ജനങ്ങളുടെയുമാണ്. വിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ആ പാർട്ടി പറയുന്നതിന് അപ്പുറത്തേക്ക് ചാടാതിരിക്കുക, ആ പാർട്ടിയുടെ തീരുമാനത്തിന് അപ്പുറം പോകാൻ ഈ ഒരു MPക്കോ MLAക്കോ കഴിയാത്ത ഒരു രീതിയാണ് വിപ്പ് സിസ്റ്റം. ഒരിക്കലും ജനാധിപത്യത്തെ കടിഞ്ഞാണിട്ടുകൊണ്ടല്ല ജനാധിപത്യം നിയന്ത്രിക്കേണ്ടത്. ജനാധിപത്യത്തെ കടിഞ്ഞാണിടുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് കടിഞ്ഞാണിടുന്ന ഈ സമ്പ്രദായമാണ് വിപ്പ് സിസ്റ്റം. അതുകൊണ്ടാണ് AP ആവശ്യപ്പെടുന്നത് ഈ വിപ്പ് സിസ്റ്റം മാറ്റപ്പെടണം. അങ്ങനെ സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം ഇന്ത്യയിൽ ഇദംപ്രദമായി ആവശ്യപ്പെട്ട ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് API എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.